നിശബ്ദമായ ഒരു കാടിൻ്റെ നടുവിലൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുകയാണ്. നിങ്ങളുടെ ഓരോ ചുവടിലും ഉണങ്ങിയ ഇലകൾ അമരുന്ന ആ ശബ്ദം മാത്രമാണ് നിശബ്ദതയെ ഭേദിക്കുന്നത്. ഈ നിമിഷം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ അവിടെ തികച്ചും തനിച്ചാണെന്ന്. പക്ഷേ സത്യം അതല്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ വമ്പൻ മരങ്ങളിലേക്കൊന്ന് നോക്കിയേ. നമ്മുടെ കണ്ണിന് അവ വെറും നിശ്ചലമായ വസ്തുക്കളാണ്, മണ്ണിൽ തറച്ചു നിൽക്കുന്ന പച്ചപ്പുള്ള കുറച്ച് ഫർണിച്ചറുകൾ മാത്രം. പക്ഷേ ഈ നിമിഷം ആ മരങ്ങൾ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പാദങ്ങൾക്ക് താഴെയും തലയ്ക്കും മുകളിലും നമ്മൾ കേൾക്കാത്തൊരു വലിയ സംഭാഷണം സജീവമായിട്ട് നടക്കുന്നുണ്ട്. അവ നിങ്ങളുടെ ഓരോ ചലനവും ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവാം. വരാനിരിക്കുന്ന അപകടങ്ങളെ അളക്കുന്നുണ്ട്. തനിക്ക് ചുറ്റുമുള്ളവർക്ക് രഹസ്യമായ വിവരങ്ങൾ കൈമാറുന്നുമുണ്ട്. മണ്ണിനടിയിലെ ആ വേരുകളുടെയും ഫംഗസുകളുടെയും അത്ഭുത ലോകത്തിലൂടെ അവ പരസ്പരം ഭക്ഷണം പങ്കുവയ്ക്കുന്നു, ശത്രുക്കൾക്കെതിരെ ഒന്നിക്കുന്നു, തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു. മരങ്ങൾക്ക് ജീവനില്ല എന്ന് നമ്മൾ വെറുതെ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ അവ ബുദ്ധിയുള്ള, പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ്. നമ്മുടെ കാലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന തികച്ചും അന്യഗ്രഹ തുല്യമായ ആ ബയോളജിക്കൽ ഇൻ്റർനെറ്റിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാലും. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന മരക്കസേര ഒന്ന് നോക്കിയേ. അത് വെറും ഒരു വസ്തുവാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫർണിച്ചർ അല്ലേ? ഇനി നിങ്ങളുടെ വീടിൻ്റെ ജനലിലൂടെ പുറത്തുള്ളൊരു മരത്തിലേക്ക് നോക്കുക. നമ്മുടെ തലച്ചോറ് ആ മരത്തെയും ഈ കസേരയും ഒരേ രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അതായത് മരങ്ങളെന്ന് പറയുന്നത് വെറും പച്ചപ്പുള്ള, സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം വലിച്ചെടുക്കുന്ന, മണ്ണിൽ തറച്ചു നിൽക്കുന്ന ഒരുതരം ഫർണിച്ചർ മാത്രമാണെന്ന് നമ്മൾ അറിയാതെ അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അവ അവിടെ നിൽക്കുന്നു, വളരുന്നു, ഇലകൾ പൊഴിക്കുന്നു, അത്രമാത്രം. മൃഗങ്ങൾ പല കാര്യവും ചെയ്യുന്നുണ്ട്. അവ ഓടുന്നു, ചാടുന്നു, ഭക്ഷണം തേടുന്നു. പക്ഷേ സസ്യങ്ങൾ അവിടെ വെറുതെ നിൽക്കുകയാണെന്നാണ് നമ്മുടെ ധാരണ. സത്യം പറഞ്ഞാൽ ഈ ധാരണ വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അതായത് നമ്മൾ ഒരുതരം ഫാസ്റ്റ് ഓർഗാനിസംസ് ആണ്. മില്ലി സെക്കൻഡുകളും പേശി ചലനവും അതിവേഗത്തിലുള്ള നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനവും ഫാസ്റ്റ് റിയാക്ഷനും ഒക്കെയാണ് നമ്മുടെ ലോകത്തെ ഡിഫൈൻ ചെയ്യുന്നത്. മരങ്ങൾ നമ്മളെ ഓടിച്ചിട്ട് പിടിക്കുന്നില്ലല്ലോ, അവ നിലവിളിക്കുന്നില്ല. നമ്മൾ അവയെ തൊട്ടാൽ അത് ഭൂരിഭാഗം പേരും പ്രതികരിക്കാറില്ല. അതുകൊണ്ട് അവ നിഷ്ക്രിയരാണ് എന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചു. പക്ഷെ വേഗത കുറവാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതൊന്നും ചെയ്യുന്നില്ല എന്നല്ല. നിശബ്ദത എന്ന് പറഞ്ഞാൽ അവിടെ ആരുമില്ല എന്നുമല്ല. നമ്മളൊന്ന് കണ്ണ് ചിമ്മുന്ന നിമിഷം പോലും ആ മരം ആയിരക്കണക്കിന് കെമിക്കൽ കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സൂര്യപ്രകാശം ഏത് ആംഗിളിലാണ് വീഴുന്നത് എന്നത് കൃത്യമായി അളക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള കൊമ്പുകളിൽ ഭൂഗുരുത്വ ബലം എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കുന്നുണ്ട്. മണ്ണിൻ്റെ ഈർപ്പത്തിൻ്റെ അളവിൽ വരുന്ന ഒരു മില്ലിമീറ്ററിൻ്റെ അംശം പോലും മാറ്റം അത് തിരിച്ചറിയുന്നുണ്ട്. സസ്യങ്ങൾ വെറും നിശ്ചലമായിട്ടുള്ള വസ്തുക്കളല്ല, മറിച്ച് അവ അതിസങ്കീർണമായ സെൻസിറ്റിവിറ്റിയുള്ള കെമിക്കൽ കമ്പ്യൂട്ടറുകളാണ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അവ പ്രകാശത്തെ തിരിച്ചറിയുന്നത് വെറും ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന രീതിയിലല്ല, മറിച്ച് തനിക്ക് ചുറ്റുപാടുമുള്ള മറ്റു മരങ്ങൾ തന്നെ നിഴലിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ റെഡ് ലൈറ്റിൻ്റെയും ഫാർ റെഡ് ലൈറ്റിൻ്റെയും അനുപാതം വരെ മരങ്ങൾ അന്വേഷിക്കാറുണ്ട്. അവയ്ക്ക് സ്പർശനം അറിയാം, ഉള്ളിലുള്ള മോളിക്കുലർ ക്ലോക്ക് വഴി സമയം പോകുന്നത് തിരിച്ചറിയാൻ പറ്റും. പുറത്തുള്ള സാഹചര്യങ്ങൾ മാറുമ്പോൾ മരങ്ങൾ വെറുതെ ഇരിക്കാറുമില്ല. പകരം ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ മെറ്റബോളിസം തന്നെ റീപ്രോഗ്രാം ചെയ്യപ്പെടുന്നുണ്ട്. ആവശ്യം വരുമ്പോൾ അവ വിഷാംശങ്ങൾ നിർമ്മിക്കുന്നു, കോശഭിത്തികൾ ശക്തിപ്പെടുത്തുന്നു. അവരുടെ റിയാക്ഷൻ പെട്ടെന്നായിരിക്കില്ല, പക്ഷേ അത് വളരെ ആക്യുറേറ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കേണ്ടത്. ഒരു മരം ഇത്രയധികം കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടുത്തുള്ള മറ്റു മരങ്ങളെയും സെൻസ് ചെയ്യുന്നുണ്ടാവില്ലേ? ഈ വനം എന്ന് പറയുന്നത് വെറും നിശ്ചലമായിട്ടുള്ള മരക്കൂട്ടങ്ങളാണോ, അതോ നമ്മൾ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത വേഗതയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറേ ജീവികളുള്ളൊരു വലിയ സംഭാഷണം നിറഞ്ഞ സ്ഥലമാണ്? മരങ്ങളുടെ ഈ ആശയവിനിമയത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ വായുവിലേക്ക് നോക്കണം. നിങ്ങൾ ഒരു ഇലയാണ് എന്ന് സങ്കല്പിക്കുക. പെട്ടെന്നൊരു പുഴു വന്ന് നിങ്ങളെ കടിക്കാൻ തുടങ്ങുന്നു. നമുക്കുള്ളതുപോലെ ഒരു നാഡീവ്യൂഹം ഇല്ലാത്തത് കൊണ്ട് അയ്യോ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ആ പുഴുവിനെ എടുത്തു കളയാനൊന്നും മരത്തിന് കഴിയില്ല, നിലവിളിക്കാൻ പറ്റില്ല. പക്ഷെ മരത്തിൻ്റെ കയ്യിൽ കെമിക്കലുകളുണ്ട്. ഈ പുഴുവിൻ്റെ ഉമിനീരിൽ ചില പ്രത്യേക മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് മരത്തിൻ്റെ കോശങ്ങളിൽ തട്ടുമ്പോൾ അതൊരു വലിയ കെമിക്കൽ റിയാക്ഷൻ തുടക്കമിടുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ആ മരം വായുവിലേക്ക് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ അഥവാ VOCകൾ പുറത്തുവിടാൻ തുടങ്ങും. അതായത് അതിൻ്റെ തടിയിലും ഇലയിലും നിന്നും പല സാധനങ്ങൾ വായുവിലേക്ക് ഈ വാതക രൂപത്തിൽ പോകാൻ തുടങ്ങും. നമുക്കത് വെറും ഒരു പുല്ല് വെട്ടിയ മണമായിട്ടൊക്കെ ആയിരിക്കും തോന്നുക. പക്ഷേ കാടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഡാറ്റ പാക്കറ്റാണ്. അത് വെറുതെ ഉള്ളൊരു ഗന്ധമല്ല, അതൊരു ഭാഷയാണ്, അല്ലെങ്കിൽ അതൊരു ഡയലക്റ്റാണ്. ഏത് ജീവിയാണ് തന്നെ കടിക്കുന്നത് എന്നതിനനുസരിച്ച് മരങ്ങൾ വ്യത്യസ്തമായ കെമിക്കൽ കോമ്പോസിഷൻസ് ആണ് പുറത്തുവിടുക എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്.
ഒരു പുഴു കടിക്കുമ്പോൾ ഒരു മണം, വണ്ട് കടിക്കുമ്പോൾ മറ്റൊന്ന്. ഇനി ഞാനൊരു കത്രിക കൊണ്ട് ഇല മുറിക്കുകയാണെങ്കിൽ അപ്പോഴുണ്ടാകുന്ന മണം വേറെ ആയിരിക്കും. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള മറ്റു മരങ്ങൾ ഈ മണം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ VOCകളുണ്ടല്ലോ, അത് ഇലകളുടെ റിസപ്റ്ററുകൾ വഴി അടുത്തുള്ള മരം ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആരെങ്കിലും വന്ന് ആക്രമിക്കുകയോ കടിക്കുകയോ ചെയ്യുന്നത് വരെ അത് കാത്തിരിക്കില്ല. പകരം അത് ഉടൻ തന്നെ തൻ്റെ ഇലകളിൽ കയ്പുള്ള ടാനിനുകളും ദഹനം തടയുന്ന എൻസൈമുകളും നിറയ്ക്കാൻ തുടങ്ങും. ശത്രു വരുന്നതിന് മുൻപ് തന്നെ ആ ഇലകൾ കഴിക്കാൻ കൊള്ളാത്ത രീതിയിൽ മരം സ്വയം മാറ്റുന്നു. ഇതൊരു ഹാലൂസിനേഷൻ അല്ല കേട്ടോ, ഇതൊരു സങ്കല്പമൊന്നുമല്ല. ആഫ്രിക്കയിലെ അക്കേഷ്യ മരങ്ങളുടെ കാര്യമെടുത്താൽ ഈ യുദ്ധം കാണാം. ജിറാഫുകൾ അക്കേഷ്യ മരങ്ങൾ തിന്നാൻ തുടങ്ങുമ്പോൾ ഈ മരം എത്തിലീൻ എന്ന് പറയുന്ന ഗ്യാസ് പുറത്തുവിടും. ഈ ഗ്യാസ് കാറ്റിലൂടെ അടുത്തുള്ള മരങ്ങളിലേക്ക് എത്തും. ഉടൻ തന്നെ ആ മരങ്ങൾ ടാനിനുകളുടെ അളവ് കൂട്ടി ജിറാഫുകൾക്ക് അസുഖമുണ്ടാക്കുന്ന രീതിയിലുള്ള വിഷം ഉണ്ടാക്കാൻ തുടങ്ങും. പക്ഷേ ജിറാഫുകൾ മണ്ടന്മാരല്ല, അവർക്കും വർഷങ്ങളുടെ പരിണാമമുണ്ടല്ലോ. അവർ ഈ ഭാഷ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിറാഫുകൾ കാറ്റിന് എതിർദിശയിലേക്ക് നോക്കിയാണ് മരങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ മരത്തിൻ്റെ ഇലകൾ കഴിക്കുന്നത്. അപ്പോൾ ഈ സിഗ്നൽ അടുത്ത മരത്തിലേക്ക് എത്തില്ല, അല്ലെങ്കിൽ ഒരു മരം തിന്നു കഴിഞ്ഞാൽ സിഗ്നൽ എത്താത്ത ദൂരത്തുള്ള മറ്റൊരു മരത്തിലേക്ക് ജിറാഫ് പോകും. മരങ്ങൾ ഒരു SOS സിഗ്നൽ അയക്കുന്നു എന്ന് പറയാം. ജിറാഫുകൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു. എന്തൊരു പ്രത്യേകതയാണ് പ്രകൃതി ഒബ്സർവ് ചെയ്ത. ചില മരങ്ങൾ വേറെയും ചില പണികൾ ഒപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ചില പൈൻ മരങ്ങളെ പുഴുക്കൾ ആക്രമിക്കുമ്പോൾ അവ പുറത്തുവിടുന്ന ഫിറമോണുകൾ കടന്നലുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. ഈ കടന്നലുകൾ വന്ന് പുഴുക്കൾക്കുള്ളിൽ മുട്ടയിടും. അങ്ങനെ ആ പുഴുക്കൾ നശിക്കും. മരത്തിന് തലച്ചോറില്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ കയ്യിൽ ഒരു ഫോൺ ബുക്കുണ്ട്. ആപത്ത് വരുമ്പോൾ ആരെ വിളിക്കണം എന്നതിന് കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ വെറും റിഫ്ലക്സുകളാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ആശയവിനിമയം എന്ന് പറയുന്നത് മരങ്ങൾ തമ്മിൽ മാത്രമല്ല, അവയുടെ ഇടയ്ക്കും ഉള്ളിലും നടക്കുന്നുണ്ട്. ഒരു ഇലയ്ക്ക് മുറിവേറ്റാൽ ആ വിവരം ബാക്കി ഭാഗങ്ങളിലേക്ക് എത്തണം. മൃഗങ്ങളിൽ നമ്മൾ ഇലക്ട്രിക് സിഗ്നലുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ന്യൂറോണുകൾ, ഇതൊക്കെയാണ്. സസ്യങ്ങൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. സസ്യങ്ങൾ ന്യൂറോണുകൾ ഇല്ലെങ്കിലും അവയുടെ കോശങ്ങൾ വഴി ഇലക്ട്രിക് പൾസുകൾ അയക്കാറുണ്ട്. നമുക്കുള്ള വേഗതയൊന്നുമില്ല, സെക്കൻഡിൽ 1 സെൻറ്റിമീറ്റർ വേഗത്തിലൊക്കെയാണ് കോശങ്ങൾക്കിടയിലൂടെ സിഗ്നൽ പോവുക. എങ്കിലും ഇത് ഫണ്ടമെൻ്റലി ഒരു മെക്കാനിസം തന്നെയാണ്. ഈ ഇലക്ട്രിക് പൾസുകളും കെമിക്കൽ സിഗ്നലുകളും ചേർന്ന് ആ മരത്തിൻ്റെ ബോഡിയെ മൊത്തത്തിലൊന്ന് ഏകോപിപ്പിക്കുന്നു. സസ്യങ്ങൾക്കൊരു പൾസുണ്ട്, അവയ്ക്ക് ഓർമ്മശക്തിയും ഉണ്ട്. തൊട്ടാവാടിയുടെ കാര്യം എടുത്തു നോക്കൂ. നമ്മൾ അതിനെ തൊടുമ്പോൾ അതിൻ്റെ ഇലകൾ കൂട്ടിപ്പിടിക്കാറുണ്ട്. മിമോസ പൂഡിക്ക എന്ന ഈ സസ്യത്തെ വെച്ച് നടത്തിയ ഒരു പരീക്ഷണത്തിൽ ഗവേഷകർ അതിനെ ഒരേ ഉയരത്തിൽ നിന്ന് പലതവണ താഴേക്കിട്ടു. ആദ്യം പേടിച്ചിട്ട് ഇലകൾ കൂട്ടിപ്പിടിച്ച ചെടി കുറച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് അപകടകരമായിട്ടുള്ള ഉപദ്രവമല്ല എന്ന് മനസ്സിലാക്കി ഇലകൾ വിടർത്തി തന്നെ വെക്കാൻ തുടങ്ങി. അത് മടുത്തിട്ടാണോ എന്നറിയാൻ വേണ്ടി അവർ ഇലകളെ ഒന്ന് കുലുക്കി നോക്കി. അപ്പോൾ തന്നെ ആ ഇലകൾ കൂട്ടിപ്പിടിച്ചു. അതായത് താഴെ വീഴുന്നത് റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ അപകടമല്ല എങ്കിൽ അത് ആ ചെടി പഠിച്ചെടുക്കുന്നു. അങ്ങനെ 30 ദിവസത്തോളം തൊട്ടാവാടി ചെടികളുടെ ചില സ്പീഷീസുകൾക്ക് ഈ ഓർമ്മ നിലനിർത്താൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ബ്രെയിൻ ഇല്ലാത്തൊരു ജീവി എവിടെയാണ് ഈ ഓർമ്മകൾ സൂക്ഷിക്കുന്നത് എന്നാണ് അപ്പോൾ തോന്നുക. എപ്പിജനറ്റിക്സ് എന്നതാണ് ഇതിൻ്റെ ഉത്തരം. DNA-യിൽ വരുന്ന ചില കെമിക്കൽ മാറ്റങ്ങൾ വഴി പാഠങ്ങൾ അടുത്ത തലമുറയിലേക്ക് പോലും കൈമാറാൻ കഴിയുന്ന രീതിയിൽ ഇവ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു മരത്തിൻ്റെ മാത്രം കാര്യമാണ്. കാടിൻ്റെ യഥാർത്ഥ രഹസ്യം കിടക്കുന്നത് മണ്ണിനടിയിലാണ്. മരങ്ങളുടെ വേരുകൾ മണ്ണിൽ വെറുതെ കിടക്കുകയല്ല, അവ മൈക്കോറൈസൽ ഫംഗലുമായിട്ട് ഒരു പ്രത്യേക കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. മരം ഒരു ഷുഗർ ഫാക്ടറി ആണെങ്കിൽ ഫംഗസ് ഒരു മൈനിങ് ഓപ്പറേഷനാണ്. മരം ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്ന പഞ്ചസാര ഫംഗസിന് കൊടുക്കും. പകരം ഫംഗസ് മണ്ണിൻ്റെ ആഴങ്ങളിൽ നിന്ന് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ശേഖരിച്ച് ഫിക്സേറ്റ് ചെയ്യും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, നൈട്രജൻ ഫിക്സേറ്റിംഗ് ബാക്ടീരിയ, റൈസോബിയം അസറ്റോബാക്ടർ. അത് ചിലത് പയറിൻ്റെ വേരിൽ കാണും, ചിലത് മണ്ണിൽ കാണും. അപ്പോൾ ഈ ഒരു ബന്ധത്തിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഒരു പഴക്കമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്താണ് നമ്മൾ ഫംഗസ് നെറ്റ്വർക്കിൻ്റെ മറ്റൊരു വശം തിരിച്ചറിയുന്നത്. ഇത് വെറും ഒരു കച്ചവടമല്ല, ഇതൊരു കേബിൾ കണക്ഷൻ കൂടിയാണ് എന്നുള്ളത്. ഒരു ഫംഗസ് നെറ്റ്വർക്ക് വഴി 100 കണക്കിന് മരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് ഡോക്ടർ സുസൈൻ സിമാണ്ട് വുഡ് വൈഡ് വെബ് എന്ന് വിളിച്ചത്. ജിതിൻ്റെ എന്ന് പറയുന്ന എൻ്റെ ബിസിനസ് കേസ് സ്റ്റഡീസ് പറയുന്ന ചാനലിൽ ഞാൻ അവതാർ സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ജെയിംസ് കാമറൂൺ പ്രത്യേക തരത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നതെന്നും ഒരു മദർ ട്രീയെ കൊണ്ടുവന്നത് എന്നതും വിശദീകരിച്ചപ്പോൾ ഈ വുഡ് വൈഡ് വെബിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം ഫംഗസുകൾ നാരുകൾ വഴി മരങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാനും വിഭവങ്ങൾ കൈമാറാനും ശ്രമിക്കാറുണ്ട്. ഒരു വലിയ മരം തണലിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ചെറിയ തൈക്ക് പഞ്ചസാര അയച്ചു കൊടുക്കുന്നത് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ മദർ ട്രീ എന്ന് വിളിക്കുന്നു. പക്ഷേ ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. സോ ഇത്തരത്തിൽ വലിയ മരങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയുകയും അവയ്ക്ക് കൂടുതൽ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നതാണോ എന്നതിനെക്കുറിച്ച് ഇനിയും പഠനങ്ങൾ വരാനുണ്ട്. താൻ മരിക്കാറായി എന്ന് തിരിച്ചറിയുന്ന മദർ ട്രീകൾ തൻ്റെ പക്കലുള്ള ബാക്കി ഊർജ്ജം മുഴുവൻ നെറ്റ്വർക്കിന് പമ്പ് ചെയ്ത് വരും തലമുറയെ സഹായിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു സോഷ്യലിസ്റ്റ് സിസ്റ്റമാണോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ സയൻസ് എപ്പോഴും സുന്ദരമായ കഥകൾ മാത്രമല്ലല്ലോ പറയുന്നത്.
2023 ജസ്റ്റിൻ കാർസ്റ്റ് എന്ന ശാസ്ത്രജ്ഞർ നടത്തിയ പഠനങ്ങൾ ഈ വുഡ് വൈഡ് വെബിൻ്റെ ആശയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. മരങ്ങൾ തമ്മിൽ കാർബൺ കൈമാറുന്നുണ്ട് എന്നത് ശരിയാണെങ്കിലും അതൊരു മരത്തിന്റെ അതിജീവനത്തിന് മാത്രം മതിയോ എന്നതാണ് അവരുടെ ചോദ്യം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മദർ ട്രീ ചെറിയ ചെടികൾക്ക് സ്വന്തം ആഹാരം ദാനം ചെയ്യുകയാണോ, അതോ ചെറിയ മരങ്ങൾ വീക്കായ വലിയ മരത്തെ മോഷ്ടിക്കുകയാണോ എന്ന ചോദ്യം അവിടെയുണ്ട്. ഇനി ഈ ഫംഗസ് എന്ന് പറയുന്നത് വെറും ഒരു പോസ്റ്റ്മാൻ ആണോ, അതോ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ബ്രോക്കറാണോ? ഫംഗസിന് കാട് നിലനിൽക്കേണ്ടത് അതിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മരം നശിക്കുമ്പോൾ മറ്റൊന്നിൽ നിന്ന് ഊർജ്ജമെടുത്ത് ഇതിനെ നിലനിർത്താൻ ഫംഗസ് ശ്രമിക്കുന്നുണ്ടാവാം. ഇവിടെ ചിലപ്പോൾ മരങ്ങൾ തമ്മിലല്ല സംസാരിക്കുന്നത്, പകരം ഫംഗസുകൾ എന്ന മാസ്റ്റർ മൈൻഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും ഒരു വാദമുണ്ട്. ഞാൻ 2 വാദവും പറഞ്ഞു, കൂടുതൽ അന്വേഷിച്ച് നോക്കുക. ഇതിനിടയിൽ ചില സൈബർ ക്രൈമുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഫാൻറ്റം ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഇതിന് പച്ച നിറമില്ല, അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടത്തി ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ചെടി ചെയ്യുന്നത് ഫംഗസ് നെറ്റ്വർക്കിനെ ഹാക്ക് ചെയ്ത് മറ്റു മരങ്ങളിൽ നിന്നുള്ള ഊർജ്ജം തങ്ങളിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ്. ബ്ലാക്ക് വാൾനട്ട് മരങ്ങളാകട്ടെ ഈ നെറ്റ്വർക്ക് വഴി ജഗ്ലോൺ എന്ന വിഷം പടർത്തി തൻ്റെ ശത്രുക്കളെ കൊന്നൊടുക്കുന്നു. അപ്പോൾ കാടെന്ന് പറയുന്നത് ഒരു സഹകരണ സംഘമാണോ, അതോ ജീവന് വേണ്ടിയുള്ള യുദ്ധക്കളമാണോ എന്ന് ചോദ്യം വരും. സത്യം പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. പരിണാമം എന്ന് പറയുന്നത് വെറും കാരുണ്യമല്ല, അത് സ്റ്റെബിലിറ്റി കൂടിയാണ്. ഒന്നിച്ചു നിൽക്കുന്ന ഒരു സിസ്റ്റം ഒറ്റയ്ക്ക് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ കാലം നിലനിൽക്കും. ഇതൊരു വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയാണ്. കാർബണാണ് ഇവിടുത്തെ കറൻസി, വിവരങ്ങൾ എന്ന് പറയുന്നത് ജീവശ്വാസവും. ഇവിടെ നമ്മൾ ഒരു മരം എന്ന് പറയുന്നതിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കണം. നമ്മൾ ഓരോ മരത്തെയും ഓരോ ഇൻഡിവിജ്വലായിട്ടാണ് കാണുന്നത്. പക്ഷേ പ്രകൃതിയിൽ അതിരുകൾ പലപ്പോഴും അവ്യക്തമാണ്. അമേരിക്കയിലെ പാൻഡോ എന്ന ആസ്പൻ മരക്കൂട്ടത്തെ നിങ്ങൾ നോക്കുക, അതിൻ്റെ ചിത്രം കാണാൻ പറ്റും. ഈ ഒരു മരക്കൂട്ടത്തിൻ്റെ ഇടയിൽ 47,000 മരങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ മണ്ണിനടിയിൽ ഇവയ്ക്കെല്ലാം കൂടി ഒരൊറ്റ വേര് മാത്രമേ ഉള്ളൂ. അതായത് ജനറ്റിക്കലി അതൊരൊറ്റ ജീവിയാണ്. ഇതിനെ ഒരു സ്വാം ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം. ഒരു ഉറുമ്പ് കൂട്ടം പോലെയാണ്. ഒരു ഉറുമ്പിന് മാത്രം വലിയ ബുദ്ധിയില്ല, പക്ഷേ ആ കൂട്ടത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാടും അതുപോലെ തന്നെയാണ്. അവിടെ ഒരു വലിയ ബോസ് ഇല്ല, അവിടെ സെൻട്രൽ റൂട്ടർ ഇല്ല, പക്ഷേ ശതകോടിക്കണക്കിന് ഫീഡ്ബാക്ക് ലൂപ്പുകളുണ്ട്. ഒരു പുഴു കടിക്കുന്നു, പിന്നെ കെമിക്കൽസ് വരുന്നു, ഫംഗസ് കാർബൺ നീക്കുന്നു, ഇലക്ട്രിക് പൾസ് പായുന്നു. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർന്ന് വലിയ ബുദ്ധി രൂപപ്പെടുന്നുണ്ട്. ഒരു സിസ്റ്റത്തിന് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ ഓർക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഭാവിയിലെ അപകടങ്ങളും മുൻകൂട്ടി കാണാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും അതിന് കഴിയില്ലേ? ഇതിനെ നമ്മൾ ബുദ്ധി എന്ന് വിളിക്കേണ്ടി വരില്ലേ? നമ്മൾ ബുദ്ധി എന്ന് പറയുന്ന തലച്ചോറിനെ നോക്കിയാണ് അളക്കുന്നത്. പക്ഷേ തലച്ചോറ് എന്നത് വിവരം വിശകലനം ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ്. കാടെന്ന് പറയുന്നത് മരവും ഫംഗസും കൊണ്ട് നിർമ്മിച്ച മറ്റൊരു തരം തലച്ചോറാണ് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? നമ്മളൊരു കാട്ടിലൂടെ നടക്കുമ്പോൾ നമ്മൾ വെറും ഒരു കാഴ്ചക്കാരല്ല, നമ്മൾ ആ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഷൂസ് മണ്ണിൽ അമരുമ്പോൾ അവിടെയുള്ള ചില കേബിളുകൾ മുറിയുന്നുണ്ട്. നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇരകൾ വലിച്ചെടുത്ത് പഞ്ചസാരയാക്കി മാറ്റി മണ്ണിനടിയിൽ വ്യാപാരത്തിനായി അയക്കുന്നുണ്ട് പാക്കറ്റുകൾ. നമ്മൾ അന്യഗ്രഹ ജീവികളെ തേടി നടക്കുകയല്ലേ, പക്ഷേ നമ്മുടെ കാലിനിടയിലുള്ള ഈ വലിയ ബുദ്ധിയെ നമ്മൾ ശ്രദ്ധിക്കുന്നതേയില്ല. ഓർമ്മകൾക്ക് തലച്ചോർ ആവശ്യമില്ലെങ്കിൽ, ആശയവിനിമയത്തിന് വാക്കുകൾ ആവശ്യമില്ലെങ്കിൽ, നമ്മുടെ ഈ മനുഷ്യബുദ്ധി എന്ന് പറയുന്നത് പ്രകൃതിയുടെ മറ്റൊരു വേർഷൻ മാത്രമാണ്. കാടിനെ നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ 400 മില്യൺ വർഷങ്ങളായി ഈ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത തവണ നിങ്ങളൊരു കാട്ടിൽ പോകുമ്പോൾ ഒന്ന് നിശബ്ദമായി നിൽക്കുക. അത് മരങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമല്ല, പകരം ആ താളം ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. സിഗ്നലുകൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കച്ചവടം നടക്കുകയാണ്, മദർ ട്രീകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഫ്ലോറ ബർട്ട് എന്ന് പറയുന്ന പുതിയൊരു ടെക്നോളജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സസ്യങ്ങളുടെ ഈ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ആ ഒരു ടെക്നോളജി. നമ്മുടെ ഈ ഡിജിറ്റൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അവരുടെ ബയോളജിക്കൽ ഇൻ്റലിജൻസ് മനസ്സിലാക്കാൻ നമ്മൾ നോക്കുന്നു. ഒരുപക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കുമ്പോൾ, നമ്മൾ മരത്തിനോട് സംസാരിക്കാൻ സാധിക്കുമ്പോൾ അവരെന്തായിരിക്കും നമ്മളോട് പറയുക? അതോർക്കുമ്പോൾ എനിക്കൊരു പേടി തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ നിമിഷം പോലും നമുക്ക് ചുറ്റും ഒരു വലിയ സംഭാഷണം നടക്കുന്നുണ്ട്. സസ്യങ്ങൾ വെറും നിശ്ചലമായ കാഴ്ചകളല്ല, അവ സജീവമായി ചിന്തിക്കുന്ന, പ്രതികരിക്കുന്ന വലിയൊരു ജീവജാലമാണ് എന്ന് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെയൊക്കെ തന്നെ വീഡിയോസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും സൈറ്റേഷൻ അറിയാനും എൻ്റെ സർവീസുകൾ മനസ്സിലാക്കാനും പല ചാനലുകളുടെ വീഡിയോകളും ആർട്ടിക്കിളുകളും വായിക്കാനും jrstudioedu.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇത് കഴിഞ്ഞ് നിങ്ങൾ സന്ദർശിക്കുമല്ലോ. ലിങ്ക് താഴെയുണ്ട്, മറ്റ് സർവീസുകളും താഴെയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.